പ്രൈസ് ദി ലോർഡ്. പൂർവിക ശാപം എന്ന് പറഞ്ഞ് കരിസ്മാറ്റിക്കുകാർ മനുഷ്യരെ ഭയപ്പെടുത്തുന്നു എന്നൊരു ധാരണയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നും നമുക്ക് നോക്കാം. നമ്മുടെ പൂർവികർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം. യഥാർത്ഥമായ ഒരു മനസ്താപമോ അനുതാപമോ ഒന്നുമില്ലാതെ ആയിരിക്കാം അവർ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുവാനോ ബലിയർപ്പിക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. അതൊക്കെയും ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥനകൾ ലഭിച്ച ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തുകയും സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിന് അവരെ സഹായിച്ച ആത്മാക്കൾക്ക് വേണ്ടി അവർ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതിന് ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ 2 മക്കബായർ 12-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. യൂദാസ് എന്ന് പേരുള്ള ഒരു വീരപുരുഷനുണ്ടായിരുന്നു. ആ വീരപുരുഷനോടൊപ്പം സൈനിക സേവനത്തിലായിരുന്ന കുറേ ആളുകൾ മരണപ്പെട്ടു. ആ മരണശേഷം അവരുടെ സൈനികരുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അവരുടെ വസ്ത്രങ്ങൾക്കിടയിൽ വെച്ച് കുറേ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വിഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടെത്തി. അത് യഹൂദർക്ക് നിഷിദ്ധമായ ഒന്നായിരുന്നു. അത് മനസ്സിലാക്കിയ യൂദാസ് ആളുകളിൽ നിന്ന് ഏതാണ്ട് 2000-ഓളം ദ്രാഗ്മ വെള്ളി നാണയങ്ങൾ ശേഖരിക്കുകയും അത് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് പാപപരിഹാര ബലിക്ക് വേണ്ടിയിട്ടായിരുന്നു. 1 ദ്രാഗ്മ എന്ന് പറയുന്നത് 1 സിൽവർ കോയിനാണ്. അത് ഗ്രീസിലെ നാണയമായിരുന്നു. അങ്ങനെ ആ ഒരു പ്രവൃത്തിയെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും പുണ്യവും പാവനവുമായ പ്രവൃത്തി എന്നാണ്. 2 മക്കബായർ 12:44 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പൂർവികർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നോ അത്രമാത്രം നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും അവർ മുഖാന്തരമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മരിച്ചുപോയ നമ്മുടെ പൂർവികർക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.